നമസ്കാരം, ഞാൻ ഡോക്ടർ സുശാന്ത്, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ, പട്ടം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് പക്ഷാഘാതം അഥവാ സ്ട്രോക്കിനെ പറ്റിയാണ്. നമ്മുടെ തലച്ചോറിനുള്ളിലെ രക്തധമനികളിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം മൂലം ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് സ്ട്രോക്കിന് ആധാരം. രണ്ട് തരത്തിൽ വരാം. ഒന്ന്, രക്തക്കുഴലുകളിൽ ക്ലോട്ട് എന്തെങ്കിലും അടഞ്ഞിട്ട് തലച്ചോറിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറയുന്നത് മൂലമുണ്ടാകുന്ന സ്ട്രോക്ക്. ഇതിനെ ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും. രണ്ടാമതായിട്ട്, തലച്ചോറിനുള്ളിലെ രക്തധമനികൾ പൊട്ടി തലച്ചോറിനുള്ളിൽ രക്തസ്രാവം ഉണ്ടാവുകയും അത് കാരണമുണ്ടാകുന്ന സ്ട്രോക്കിനെ ഹെമറേജിക് സ്ട്രോക്ക് എന്നും പറയുന്നു. അപ്പോൾ ആകെ ഉണ്ടാകുന്ന സ്ട്രോക്കുകളിൽ 70-80% വരെയും ഇഷ്കീമിക് സ്ട്രോക്കാണ്. സ്ട്രോക്ക് പ്രധാനമായും ഒരു ജീവിതശൈലി രോഗമാണ്. പ്രായമായവരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. വ്യായാമക്കുറവ്, അമിതവണ്ണം, മറ്റ് ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, ചീത്ത കൊളസ്ട്രോളിൻ്റെ ആധിക്യം, ഇതൊക്കെ ഉള്ളവരിലാണ് സ്ട്രോക്ക് കൂടുതലായി കാണുന്നത്. പുകവലി, അമിത മദ്യപാനം എന്നിവയെല്ലാം സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങളാണ്. ഇതിൽ പ്രത്യേകിച്ചും പുകവലി ചെറുപ്പക്കാരിൽ സ്ട്രോക്ക് വരുന്നതിനുള്ള ഒരു പ്രധാന കാരണമാണ്. ഇത് കൂടാതെ ഹൃദയ സംബന്ധമായ രോഗം, പ്രത്യേകിച്ച് വാൽവിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹൃദയമിടിപ്പിൻ്റെ പ്രശ്നങ്ങളോ ഉള്ളവരിൽ, രക്തം കട്ട പിടിക്കുന്നതിൽ അപാകതകളുള്ളവരിലൊക്കെ ചെറുപ്പകാലത്ത് തന്നെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. സ്ട്രോക്കിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനം സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ന്യൂമോണിക്കാണ് യൂസ് ചെയ്യുന്നത്. FAST. എഫ് എന്ന് പറയുന്നത് ഫേസ്, അതായത് മുഖത്ത് പെട്ടെന്നുണ്ടാകുന്ന ഒരു കോട്ടം, ഒരു വശത്തേക്ക് മുഖത്ത് കോടിപ്പോവുക. A എന്ന് പറയുന്നത് ആം അഥവാ കൈയുടെ വീക്ക്നെസ് അല്ലെങ്കിൽ തളർച്ച, ഒരു വശത്തേക്കുള്ള കൈയിൻ്റെ കാലിൻ്റെ പെട്ടെന്നുണ്ടാകുന്ന തളർച്ച. S എന്ന് പറയുന്നത് സ്പീച്ച്, അതായത് നമ്മുടെ സംസാരത്തിലുണ്ടാകുന്ന സംസാരം വ്യക്തമാവാതിരിക്കുകയോ അല്ലെങ്കിൽ രോഗികൾക്ക് പറയുമ്പോൾ പെട്ടെന്ന് വാക്കുകൾ കിട്ടാതിരിക്കുകയോ മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാകാൻ പറ്റാതെ വരികയോ ചെയ്യുന്നത്. ലാസ്റ്റിൽ പറയുന്ന T എന്ന് പറയുന്നതാണ് ടൈം. കാരണം സ്ട്രോക്കിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനം സമയമാണ്. ഇപ്പോൾ സ്ട്രോക്കിൻ്റെ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ എത്രയും പെട്ടെന്ന് തന്നെ രോഗിയെ സ്ട്രോക്ക് ചികിത്സിക്കാൻ പര്യാപ്തമായ ഒരു ഹോസ്പിറ്റൽ, അതായത് CT അല്ലെങ്കിൽ MRI എടുക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ CTയോ MRI എടുത്ത് ഇത് ഇഷ്കീമിക് സ്ട്രോക്ക് ആണോ ഹെമറേജിക് സ്ട്രോക്ക് ആണോ എന്നുള്ളത് തിരിച്ചറിയും. ഇഷ്കീമിക് സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ രോഗിയെ ഒരു 4.5 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഈ രക്തക്കുഴലുകളിലെ ക്ലോട്ട് നീക്കം ചെയ്യാനുള്ള IV ത്രോംബോലൈസിസ് എന്ന ചികിത്സാ രീതി ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനം സമയമാണ്. ഒരു 4.5 മണിക്കൂറിനുള്ളിൽ തന്നെ രോഗിയെ എത്തിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ മരുന്ന് കൊടുക്കാൻ പറ്റുക. ചിലപ്പോൾ വലിയ രക്തക്കുഴലുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മരുന്ന് കൊടുത്താലും ആ ക്ലോട്ട് മാറണം എന്നില്ല. അപ്പോൾ അത്തരം രോഗികളിൽ മെക്കാനിക്കൽ ത്രോംബക്ടമി, അതായത് രക്തക്കുഴലിലേക്ക് ഒരു കത്തീറ്റർ കടത്തി ഈ ക്ലോട്ട് നീക്കം ചെയ്യുന്ന പ്രക്രിയ, അതും ഇപ്പോൾ ലഭ്യമാണ്. അതിൻ്റെ സമയപരിധി എന്ന് പറയുന്നത് 6 മണിക്കൂർ തൊട്ട് ചില സ്ട്രോക്കുകളിൽ 24 മണിക്കൂർ വരെയാണ്. സമയമാണ് സ്ട്രോക്കിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനം. ഒരിക്കൽ സ്ട്രോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനം അതിൻ്റെ ഫിസിയോതെറാപ്പി, അതായത് രോഗിയെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ലിം ഫിസിയോതെറാപ്പി, സംസാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള സ്പീച്ച് തെറാപ്പി, ബാലൻസ് ട്രെയിനിങ്, ഇതൊക്കെയാണ് അതിൽ പ്രധാനം. വീണ്ടും സ്ട്രോക്ക് വരാതിരിക്കുവാനായിട്ട് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ കഴിക്കുകയും അതോടൊപ്പം ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ അവ ഡോക്ടറെ കണ്ട് അതിനുള്ള മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ചെയ്യേണ്ടതാണ്.